രാവിലെ തന്നെ ആമസോണിൽ നിന്ന് കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. റേജിൻ്റെ കോഫി പൗഡർ ആയിരുന്നു. 2 ഫ്ലേവറായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു കോഫി കുടിച്ചു കേട്ടോ, അമ്മുവിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ കഫേ കോഫിയുടെയിലെ ആ ഒരു കോഫിയുടെയൊക്കെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് അമ്മു ഇത് നമ്മുടെ ആമസോണിൽ നിന്ന് കിട്ടുള്ളൂ, സൂപ്പർ മാർക്കറ്റിലൊന്നും ഇല്ലയെന്ന്. അങ്ങനെ ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു കോഫി ലവറാണെങ്കിൽ ശരിക്കും ഇത് എന്താ പറയുക വാങ്ങണം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര കാറ്റാട്ടോ. അന്നത്തെ ദിവസം എന്നല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അന്നാണെങ്കിൽ എൻ്റെ ചെടിച്ചട്ടിയൊക്കെ താഴെ വീണ ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഭയങ്കര കാറ്റാട്ടോ. ഞാൻ എണീറ്റപ്പോൾ തുടങ്ങി ഭയങ്കര കാറ്റാണ്, രാത്രി മുതലേ ഉണ്ട്. പിന്നെ കുറേ നേരം കാറ്റൊക്കെ നോക്കിയിരുന്നു. ചെടിച്ചട്ടികളൊക്കെ എടുത്ത് വെച്ച ശേഷം ദോശ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശ മാത്രം ഉണ്ടാക്കിയിട്ട് ചോറും ഒന്നും വെക്കണില്ല, പുറത്തുനിന്നാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ശ്യാമിലി, അവളായിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് കാറ്റ് കണ്ടിട്ട് പേടിയായിട്ട് ഞാൻ അപ്പം ജനലിൽ കൂടി കാറ്റ് നോക്കണമുണ്ട്, ദോശയും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ദോശയ്ക്ക് ചമ്മന്തി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. തലേദിവസം ദോശ തന്നെയായിരുന്നു. പിന്നെ ഞാനൊരു ബുൾസൈ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ കോഫി പൗഡർ കൊണ്ട് നല്ല അടിപൊളി ഒരു കോഫിയും ഉണ്ടാക്കി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ ദോശ, ബുൾസൈ, കുറച്ച് ചമ്മന്തി, കോഫിയൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം റെഡിയായിട്ട് നേരെ ശ്യാമിലിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവളെയും കൂട്ടിയിട്ട് ഒന്ന് ശോഭ മാളിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് വേണ്ടി ഒരു ദിവസമൊക്കെ ഇങ്ങനെ സന്തോഷിക്കണ്ടേ. ഞങ്ങൾ രണ്ടും ഒരേ വട്ടമുള്ള ആൾക്കാരെ കണ്ടില്ലേ. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ വട്ടം എന്നുള്ള റിസർച്ചിലാണ് ഞങ്ങൾ. അപ്പോൾ ഇത് അവിടുത്തെ പയ്യന്മാരാട്ടോ, സ്പെക്സിലെ ഭയങ്കര കമ്പനിയാട്ടോ. ഞാൻ അവിടെ നിന്ന് 2-3 സ്പെക്സ് 3 ഞാൻ വാങ്ങിയിട്ടുണ്ട്. അന്ന് തുടങ്ങി ഭയങ്കര കമ്പനിയാട്ടോ അവർ. ആദ്യം ഞാൻ അവളെ നമ്മുടെ മസാജിങ് ചെയറിലേക്ക് അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. കുറച്ച് നേരം ഞാൻ നോക്കി നിന്നപ്പോൾ എനിക്കും കയറി അങ്ങോട്ട് തടവാൻ തോന്നി. ഞാനും കയറിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 10 മിനിറ്റ് തടവൽ ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ കഴിഞ്ഞ ശേഷം കൂടുതൽ ഉണർവോടെ ഞങ്ങൾ വട്ടുമൂത്ത് പിന്നെയും ചാടി എണീറ്റു. പിന്നെ നേരെ സ്റ്റുഡിയോയിലൊക്കെ കറങ്ങി നടന്ന് എനിക്ക് അവൾക്കും ഓരോ ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ കുറ്റവും കുന്നായ്മകളും അതും ഇതൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൊട്ടറ്റോ കഴിക്കാൻ തോന്നിയിട്ട് പൊട്ടറ്റോ ഫ്രൈസും വാങ്ങി. അങ്ങനെ അതും കുറേ നേരം കഴിച്ചു. വായി നോക്കി. തള്ള വൈബായ ഞങ്ങളേക്ക് ആര് വായി നോക്കാനെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആത്മകഥം പറഞ്ഞ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം തേരാപ്പാരം നടന്നു കേട്ടോ. ഭയങ്കര രസമല്ലേ ഒരേ വൈബുള്ള ആൾക്കാർ തമ്മിലിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ. പിന്നെ അവസാനം കോഫി കുടിക്കാൻ തോന്നി. കോഫിയല്ല, ചായ. അപ്പോൾ അവിടെ തന്നെ കൗണ്ടറിൽ, താഴെയുള്ള കൗണ്ടറിൽ നിന്ന് അവൾക്കൊരു ലെമൺ ടീയും എനിക്ക് സാധാ ചായയും ഓർഡർ ചെയ്തു. പിന്നെ 2 മുട്ട ബജിയും ഓർഡർ ചെയ്തു കേട്ടോ. അതും കൂടി കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് പുറത്തേക്ക് പോവാം, ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്.